മുത്തത്തിൻ മുത്തുകൾ കോർത്തൊരു മാല ഞാൻ മാറിൽ ചാർത്താൻ മോഹിച്ചു. മുത്തത്തിൻ മുത്തുകൾ കോർത്തൊരു മാല ഞാൻ മാറിൽ ചാർത്താൻ മോഹിച്ചു. സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ 8:30 സഹസ്രനാമാർച്ചനയോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ഉച്ചയോടെ പാരായണ സമാപ്തിയോടെ ചടങ്ങുകൾ അവസാനിക്കും. സംഗീത വിപണനത്തിന്റെ പുതിയ സാധ്യതകൾക്ക് വേദിയാകുകയാണ് കൊച്ചി. ആവശ്യക്കാർക്ക് പാട്ടുകൾ ലേലത്തിലൂടെ കൈവശപ്പെടുത്താൻ സാധിക്കുന്ന സംഗീത ലേലമാണ് സംഗീത വിൽപ്പന രംഗത്തെ ഈ പുത്തൻ ആശയം. കൊച്ചിയിലെ ഏരിസ് ക്രിയേഷൻസിന്റെ ഓഫീസാണ് സംഗീത ലേലത്തിന്റെ ഈ വേദി. റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടും പല കാരണങ്ങൾ കൊണ്ടും ഇതുവരെയും പുറത്തെത്തിക്കാൻ സാധിക്കാത്ത ഗാനങ്ങളുടെ വിൽപ്പനയാണ് സംഗീത ലേലത്തിലൂടെ ഏരിസ് ക്രിയേഷൻ നടത്തിയത്. പ്രശസ്തരും നവാഗതരുമായ നിരവധി ഗായകരുടെ ഗാനങ്ങളാണ് കഴിഞ്ഞ ദിവസം ലേലത്തിലുണ്ടായിരുന്നത്. ഈ ലേലത്തിൽ പങ്കെടുക്കുന്ന ആർക്കും തങ്ങൾക്കിഷ്ടമാകുന്ന പാട്ടുകൾ നിശ്ചിത തുകയടച്ച് സ്വന്തമാക്കാം. ഒരു ഗാനത്തിന്റെ നിശ്ചിത വിലയായി 10,000 രൂപയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഒരു ഗാനത്തിന് ഒന്നിലേറെ ആവശ്യക്കാരുണ്ടെങ്കിൽ ലേലത്തിലൂടെയായിരുന്നു വിൽപ്പന നടന്നിരുന്നത്. സിനിമാ രംഗത്തെ പ്രമുഖരായ സംഗീത സംവിധായകരും പ്രവർത്തകരും ഈ ലേലത്തിൽ പങ്കെടുത്തിരുന്നു. പ്രണയം, ദുഃഖം, ആർദ്രം, വിരഹം, ആഘോഷം തുടങ്ങി ഏത് സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ ഗാനങ്ങളും റെഡിമെയ്ഡായി ലഭിക്കുമെന്നാണ് ഈ ലേലത്തിന്റെ പ്രധാന ആകർഷണീയത. വിവിധ കാരണങ്ങൾ കൊണ്ട് വെളിച്ചം കാണാൻ സാധിക്കാത്ത നവാഗത ഗായകരുടെ ഗാനങ്ങൾ ഈ ലേലത്തിലൂടെ പുറത്തെത്തിക്കാൻ സാധിക്കുന്നതിനാൽ ഇത്തരമൊരു സംരംഭം അനുയോജ്യമാണെന്ന് പ്രമുഖ സംഗീത സംവിധായകനായ കൈതപ്രം വിശ്വനാഥൻ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഒരുപാട് ഇപ്പം രംഗത്തില്ലാതെ മറിഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം അവർക്ക് ഒന്നുകിൽ സാമ്പത്തിക ഇതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട്, പ്രതിഭയില്ലാത്തവരുണ്ടാവും, പ്രതിഭയുള്ളവരും ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഓപ്ഷനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ എൻ്റെ അടുത്ത് വരുന്നത്, ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ എനിക്കൊരു നല്ല പരിപാടിയായി തോന്നി. കാരണം ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇതുകൊണ്ട് അവസരങ്ങൾ ഉണ്ടാവാം. പിന്നെ ഒരു ബിസിനസ് അതുണ്ടാവും. പുതിയ സിനിമകളിലേക്കും സീരിയലുകളിലേക്കും ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ വേണ്ടിവരുന്ന അമിത ചെലവില്ലാതാക്കാൻ ഈ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് സംഗീതലേലത്തിന്റെ സംഘാടകരായ ഏരിയ ക്രിയേഷൻസ് അവകാശപ്പെടുന്നുണ്ട്. റെഡിമെയ്ഡായി ലഭിക്കുന്ന ഈ ഗാനങ്ങളിലെ എല്ലാത്തരം അവകാശവും ലേലത്തിലൂടെ കൈവശമാക്കുന്നവർക്കായതിനാൽ ഈ സംഗീതലേലം ഏറെ പേരെ ആകർഷിക്കുമെന്ന് ഏരിസ് ഡെപ്യൂട്ടി ജനറൽ മാനേജറായ ബിജു മജീദ് പറഞ്ഞു. ഇപ്പോൾ ഏരീസ് ക്രിയേഷൻ MD സോഹൻ റോയുടെ വരികൾ നമുക്ക് വിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാസറ്റ് ഇറക്കിയത് മുരളിക നമ്പറച്ചപ്പ് ഫീൽഡിൽ വരാനും മറ്റുള്ളവരിൽ അത് ഏൽപ്പിക്കാനും ഉള്ളൊരു ബുദ്ധിമുട്ട്, അത് ഇനിയുള്ള ജനറേഷന് വരാതിരിക്കാൻ ഞങ്ങൾ സാറ് MD കണ്ടെത്തിയ പുതിയൊരു ആശയമാണ് മ്യൂസിക് ഓപ്ഷൻ. മ്യൂസിക് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പസുകളിൽ ഈ പാട്ട് പ്ലേ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സോങ് പ്ലേ ചെയ്ത് ക്യാമ്പസിലെ കുട്ടികളുടെ ഒരു റിപ്പോർട്ട്, ഏതാണ് നല്ല ഗാനം, ഇന്നത്തെ ട്രെൻഡിന് പറ്റിയ ഗാനം ഏതാണ്, ഈ ഒരു റിപ്പോർട്ട് ക്യാമ്പസ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് സിനിമ, സീരിയൽ, ആൽബം ഇൻഡസ്ട്രികളിലേക്ക് മാർക്കറ്റ് ചെയ്യുന്നത്. അവർ കേട്ടതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട സോങ് കേവലം 10,000 രൂപക്ക് വിലക്ക് വാങ്ങാം. 10,000 രൂപക്കാണ് സ്റ്റാർട്ടിങ്. അത് ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് മാറുകയുള്ളൂ. ഒരു പാട്ടിന് 3-4 പേർക്ക് ആവശ്യമുണ്ടെങ്കിൽ 10,000 മേലെ എന്ത് വിലക്കും ഓരോരുത്തർക്ക് എടുക്കാം. അതാണ് ഓപ്ഷൻ വരുന്നത്. അതല്ല ഒരാളെ ഉള്ളൂവെങ്കിൽ കേവലം 10,000 രൂപ ഒരു സോങ് കിട്ടും. ഇതിൽ യേശുദാസ്, MG ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ. സംഗീത ലേലത്തിൽ പല മികച്ച ഗാനങ്ങളും കണ്ടെത്താൻ സാധിച്ചായി സിനിമാ പ്രവർത്തകരും പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സിനിമാ നിർമ്മാണ മേഖലയ്ക്ക് ഇത്തരം ചുരുങ്ങിയ ചെലവിലൂടെ ഗാനങ്ങൾ ലഭ്യമാകുന്നത് തികച്ചും സഹായകരമാണെന്ന് സിനിമാ സംഘാടകർ അഭിപ്രായപ്പെട്ടു. എന്തായാലും എന്തും റെഡിമെയ്ഡായി ലഭിക്കുന്ന വിപണിയിലേക്ക് സംഗീതത്തിനും പുത്തൻ വിപണന സാധ്യതകളുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ നൂതന സംരംഭമായ സംഗീതലേലവും. ഒരിടവേള കൂടി.